ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ ഇമോജി പില്ലോ ചെയ്യാം എന്നുള്ളതാണ്. സോ ഇത് നല്ല എളുപ്പമാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെർ, പിന്നെ കുറച്ച് ഫൈബർ കോട്ടൺ, പിന്നെ ഫെൽറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഞാൻ ഇതെല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. അവിടുത്തെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്നുള്ള അവിടുത്തെ ഒരു കടയിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. തൃശ്ശൂർ, നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ ഫിജി എന്ന് പറഞ്ഞ കടയിലും ഈസി ആയിട്ട് ഇത് കിട്ടും. ഓരോ സ്ഥലത്തും ഓരോ കടകളിൽ ഉണ്ടാവും ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മേടിച്ചാൽ മതി. ആൻഡ് ഇത് പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷെ വീട്ടിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ അതിനായിട്ട് നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വേണ്ട സാധനങ്ങൾ ഒന്നും കൂടി പറയാം. ഞാനിവിടെ ഫറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ റെഡ് കളറിലും ബ്ലാക്ക് കളറിലുള്ള ഒരു ഫെൽറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഫൈബറിൻ്റെ പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മാർക്കറും സിസറും, പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഒരു ചാർട്ട് പേപ്പറിന് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പ്ലേറ്റ്, പിന്നെ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അല്ലാച്ചാൽ വെറുതെ നമുക്ക് കൈത്തുന്നൽ ചെയ്താലും മതി. അതിനായിട്ട് സൂചി നൂലും എടുത്താൽ മാത്രം മതിയാവും. ആദ്യം തന്നെ ഫെൽറ്റ്, അതായത് ഈ ഫെറിൻ്റെ മെറ്റീരിയലിൻ്റെ മീതെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് 2 സർക്കുലർ വട്ടത്തിൽ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ആ പ്ലേറ്റിൻ്റെ അളവിൽ. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവ് വേണോ അതിനനുസരിച്ചുള്ള ഒരു പ്ലേറ്റ് എടുക്കാം. കറക്റ്റ് വട്ടത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. സോ എനിക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇമോജി പില്ലോ ആയിരുന്നു വേണ്ടിയിരുന്നത്. സോ ഞാൻ അതിനനുസരിച്ചുള്ളൊരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ പെൻസിൽ വെച്ച് വരച്ചിട്ട് ഞാനിങ്ങനെ വെട്ടിയെടുത്തു. അതിനുശേഷം ഈ റെഡ് കളറിലെ ഫെൽറ്റ് മെറ്റീരിയലിൽ ഞാൻ ഹാർട്ട് ഷേപ്പിൽ ഓൾറെഡി ചാർട്ട് പേപ്പറിൽ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ മീതെ വെച്ചിട്ട് ഞാനിങ്ങനെ വരച്ചെടുക്കുകയാണ്. നമുക്ക് കണ്ണിന് ഈ ലവ് ഷേപ്പിലുള്ള ഇമോജി പില്ലോ ആണ് ഞാൻ എടുക്കണത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് ഇമോജി പില്ലോ വേണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്കിതിൽ വെട്ടിയെടുക്കാം. സോ ലവ് ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ റെഡ് കളറിലെ ഫെൽറ്റ് മെറ്റീരിയലിൽ ഞാൻ ഈ ചാർട്ട് പേപ്പർ വെച്ച് അത് മാർക്ക് ചെയ്ത് എഗെയിൻ സിസേഴ്സ് വെച്ചിട്ട് ഞാൻ വെട്ടിയെടുക്കുകയാണ്. നമ്മൾ ഈ ലവ് ഷേപ്പിൽ ഇമോജി കണ്ടിട്ടില്ലേ, അതിന് റെഡ് കളറിലെ ലവ് ഷേപ്പ് അല്ലേ കണ്ണിലുള്ളത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡ് കളറിലെ റെഡ് കളറിലെ ലവ് ഷേപ്പ് കട്ട് ചെയ്തെടുത്തത്. ഇനി ബ്ലാക്ക് കളറിലെ ഫെൽറ്റ് ടിപ്പിൽ ഞാൻ എഗെയിൻ ഒരു സ്മൈലി ഫേസ് പോലെ, അതായത് അത് 2ആയി മടക്കിയിട്ട് ഒരു സ്മൈലി വരച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് കത്രിക വെച്ച് അത് വെട്ടിയെടുക്കുകയാണ്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു സ്മൈലി പോലെ നമുക്കത് കിട്ടും. 2 സൈഡും ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മടക്കി വെച്ചിട്ട് വെട്ടിയെടുക്കണത്. സോ നമ്മുടെ ഇതും സ്മൈലിയും റെഡിയാണ്. 2 കണ്ണും ചിരിക്കണ ഭാഗവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റെഡ് കളറിലെ ഇതൊന്ന് പോപ്പ് ഔട്ട് ചെയ്യാൻ, റെഡ് കളറിലെ ഫെൽറ്റ് ഇപ്പോൾ ഒന്നും കൂടി ഒന്ന് പോപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നും കൂടി എടുത്തറിയാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് കളറിൽ ഫെൽറ്റ് മെറ്റീരിയലിൽ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അത് ഞാൻ സ്റ്റിക്ക് ചെയ്യാണ്. ഗ്ലൂ ഗൺ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ഇല്ലേ, അത് വെച്ച് ഒട്ടിച്ചാലും മതി, അത് ഈസി ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് റെഡ് കളറിലെ ഫെൽറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടിപ്പുറത്ത് കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടിട്ട് ഈ ബ്ലാക്ക് കളറിലുള്ള ഫെൽറ്റ് വെട്ടിയെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ റെഡ് കളർ നന്നായിട്ട് എടുത്തറിയും. അതിന് വേണ്ടിയിട്ട് ചെയ്യണത് ഓപ്ഷനാണ്, നിർബന്ധമില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടായാലും മതി, അതായത് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടായാലും മതി. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെർ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ നല്ല വശവും കൂടി ഞാനിങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ എന്താ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കണമെന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഭാഗം മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം അടുത്ത പാർട്ട് അപ്ലൈ ചെയ്യുക, പിന്നെ ഒട്ടിച്ചെടുക്കുക. ഒറ്റയടിക്ക് ഗ്ലൂ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും. സോ പിന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ച് മാത്രം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇത് നമ്മൾ തിരിച്ചിടുക. അങ്ങനെ ആകുമ്പോൾ ഇത് ഇപ്പോൾ കാണുന്നില്ലേ, അതേപോലെ വരും. സോ ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് നടക്കില്ല, അങ്ങനെ ഗ്ലൂ ഗൺ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഭാഗത്ത് നമ്മൾ സൂചി നൂലും വെച്ച് തുന്നിയാലും മതി. എന്നിട്ട് ഈ ഗ്യാപ്പിലൂടെ ഇത് പഞ്ഞി, അത് ഫൈബറിൻ്റെ പഞ്ഞിയില്ലേ, അതും എഗെയിൻ കിലോ കണക്കിന് നമ്മുടെ ഇങ്ങനത്തെ കടകളിൽ മേടിക്കാൻ കിട്ടും. അത് ഇതിലേക്ക് ഫില്ല് ചെയ്യുക. എത്ര ഇങ്ങനെ പഫി ആയിട്ട് നിൽക്കണോ അതിനനുസരിച്ച് ഫില്ല് ചെയ്തെടുക്കുക. സോ അതിനുശേഷം ഈ ബാക്കി നമുക്ക് വരണ ഭാഗമുണ്ടല്ലോ അത് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ക്ലോസ് ചെയ്തെടുക്കുക.
അത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് പില്ലോ റെഡിയാണ്, ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് അതിൻ്റെ കണ്ണും ചിരിക്കണ ഭാഗവും മാത്രം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്മൈലി പില്ലോ റെഡിയാണ്. പുറത്തുനിന്ന് മേടിക്കുമ്പോൾ നല്ല കാശാണ്, പക്ഷേ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാശേ വരുള്ളൂ. പിന്നെ കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, അവർ നന്നായി എൻജോയ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ല വെച്ചാലും ഇത് മേടിച്ചൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് നമ്മൾ കൂടി ഇരുന്ന് ഉണ്ടാക്കിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കണ്ണ് വെക്കാം. നമുക്ക് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അവിടെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ ചിരിക്കുന്ന ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുക. ഒരു ഗ്ലൂ ഗൺ മേടിക്കണം, നല്ലത്. ഗ്ലൂ ഗണ്ണ് ഒരു 250 രൂപയോളം ഉണ്ടാവും. സോ ഇത് കാരണം മേടിച്ച് വെക്കണത് എപ്പോഴും നല്ലതാണ്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല എളുപ്പമാണ്, വളരെ ചിലവ് ചുരുക്കി നല്ല ഭംഗിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, പല തരത്തിലുള്ളത് ഉണ്ടാക്കിയെടുക്കാം. സോ അത്രയേ ഉള്ളൂ. താങ്ക്സ് എ ലോട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.